+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അടുത്ത് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നോക്കാം. എന്താണ് ട്രിഗ്നോമെട്രി? ട്രിഗ്നോമെട്രി എന്ന വാക്ക് ഗ്രീക്ക് വാക്കുകളായ ട്രിഗോൺ, മെട്രോൺ എന്നീ രണ്ട് വാക്കുകളിൽ നിന്ന് ഉണ്ടായതാണ്. അതിൻ്റെ അർത്ഥം മെഷറിംഗ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇന്ന് നമ്മൾ പല മേഖലകളിലും ട്രിഗ്നോമെട്രി ഉപയോഗിക്കാറുണ്ട്. സയൻസ് ഓഫ് സിസ്മോളജി, അതുപോലെ തന്നെ ഇലക്ട്രിക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ, ഒരാറ്റത്തിൻ്റെ അവസ്ഥയെ വിവരിക്കാൻ, ഓഷൻ ടൈഡ്സിൻ്റെ ഹൈറ്റിനെ നിർണ്ണയിക്കാൻ, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ടോണിനെ അനലൈസ് ചെയ്യാൻ, അങ്ങനെ പല മേഖലകളിലും ഉപയോഗിക്കാറുണ്ട്. ട്രിഗ്നോമെട്രിയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ആംഗിൾസ്. ആംഗിൾസ് എന്നാൽ ഒരു റേ അതിൻ്റെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് പോയിന്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫിക്സഡ് പോയിന്റ് ഓഫ് റൊട്ടേഷനെ നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നു. ആ ഒരു ഒറിജിനൽ റേ അതിനെ നമ്മൾ ഇനിഷ്യൽ സൈഡ് എന്നും, അത് ആ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ അതിനെ നമ്മൾ ടെർമിനൽ സൈഡ് എന്ന് പറയുന്നു. ഈ ഇനിഷ്യൽ സൈഡിനും ടെർമിനൽ സൈഡിനും ഇടയ്ക്കുള്ളതാണ് ആംഗിൾ. അതിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് റൊട്ടേഷൻ വെർട്ടെക്സ് എന്ന് അറിയപ്പെടുന്നു. ആംഗിൾസ് നെഗറ്റീവും പോസിറ്റീവും ആകാം. ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒരു റേ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആംഗിളും, ഒരു റേ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ അത് പോസിറ്റീവ് ആംഗിൾ ആകുന്നു. അടുത്ത് ആംഗിൾസിനെ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻ യൂണിറ്റുകളിലാണ് പൊതുവെ മെഷർ ചെയ്യാറുള്ളത്. ഒരു ഡിഗ്രി എന്നാൽ 60 മിനിറ്റാണ്, അല്ലെങ്കിൽ 3600 സെക്കൻഡ്. നമ്മൾ ഒരു ഡിഗ്രി 60 മിനിറ്റാണെന്ന് പറഞ്ഞ്, എന്നാൽ ഒരു മിനിറ്റ് 6 ഡിഗ്രിയാണ്. ഉദാഹരണത്തിന് ഒരു ക്ലോക്കിൽ 60 മിനിറ്റ് ഉണ്ട്. നമ്മുടെ സൂചി സർക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനൊരു സർക്കുലർ മോഷനാണുള്ളത്. ഒരു കംപ്ലീറ്റ് സർക്കിൾ 360 ഡിഗ്രി. ക്ലോക്കിൻ്റെ അകത്ത് 60 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുന്നത് ടൈമിനെ. അങ്ങനെയാണെങ്കിൽ ഓരോ മിനിറ്റും 6 ഡിഗ്രി വെച്ചാവണം, എങ്കിലേ 60 മിനിറ്റ് ആകുമ്പോൾ 360 ഡിഗ്രി ആവത്തുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് 6 ഡിഗ്രിയാണ്. ഇത് നിങ്ങൾ ഓർത്ത് വച്ചോളണം. ഇനി അടുത്ത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതാവശ്യമാണ്. റേഡിയൻ. ഡിഗ്രിയിൽ തന്നിട്ടുള്ള മെഷേഴ്സിനെ റേഡിയനിലോട്ട് ആക്കാൻ π/180 കൊണ്ട് ഗുണിച്ചാൽ മതി. അതുപോലെ തന്നെ റേഡിയനിൽ തന്നിട്ടുള്ള മെഷേഴ്സിനെ ഡിഗ്രിയിലോട്ടാക്കാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു സർക്കിളിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ കണ്ടെത്താൻ തീറ്റ = L/r എന്ന ഫോർമുല ഉപയോഗിക്കണം. തീറ്റ നമ്മൾ ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. L അതിൻ്റെ അകത്തുള്ള ആർക്കിൻ്റെ ലെന്താണ്, R സർക്കിളിൻ്റെ റേഡിയസ്. അടുത്ത എക്സർസൈസ് 3.1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഗ്രി തന്നിട്ടുള്ള മെഷേഴ്സിനെ റേഡിയനിലോട്ടാക്കാൻ, ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കാൻ π/180 കൊണ്ട് ഗുണിച്ചാൽ മതി. 25നെ π/180 കൊണ്ട് ഗുണിക്കുമ്പോൾ 5π/36 റേഡിയൻ കിട്ടും. അടുത്ത 47 ഡിഗ്രി 30 മിനിറ്റ്. ഇതിന് 30 മിനിറ്റിന് ഡിഗ്രിയിലോട്ട് മാറ്റണം. അതിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 കിട്ടും. -47 1/2 ഡിഗ്രി. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതും. എന്നിട്ട് ഇതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ -19π/72 കിട്ടും. അടുത്ത് 240 ഡിഗ്രി. അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4π/3 കിട്ടും. 520 ഡിഗ്രി 26π/9 കിട്ടും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ റേഡിയനിൽ തന്നിട്ടുള്ള മെഷേഴ്സിനെ ഡിഗ്രിയിലോട്ടാക്കാനാണ്. റേഡിയനെ ഡിഗ്രിയിലോട്ടാക്കാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുമാത്രമല്ല ക്വസ്റ്റ്യനിൽ π = 22/7 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 11/16 ഇൻറ്റു 180/π. അപ്പോൾ പൈയുടെ വാല്യൂ 22/7 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഭാഗിക്കാൻ വന്നാൽ അതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 11/16 ഗുണം 180 ഗുണം 22/7 പകരം 7/7
22 കൊണ്ട് ഗുണിക്കണം. ഭാഗിക്കണതിന് പകരം തിരിച്ചിട്ട് ഗുണിക്കണം. ആൻസർ 315/8 എന്ന് കിട്ടും. അതിന് മിക്സഡ് ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെ 39 ഡിഗ്രി എന്ന് കിട്ടും. 3/8 അതിന് മിനിറ്റിലോട്ടാക്കാൻ വീണ്ടും നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 45/2 അതിന് 45നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 22 1/2 കിട്ടും. 39 ഡിഗ്രി 22 1/2 മിനിറ്റ്. വീണ്ടും അവിടെ മിക്സഡ് ഫ്രാക്ഷൻ വന്നിരിക്കണം. അപ്പോൾ ആ 1/2 നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണം. അതിനെ വീണ്ടും 60 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ 30 സെക്കൻഡ് എന്ന് കിട്ടുക. അപ്പോൾ ആൻസർ 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത് രണ്ടാമത്തെ -4 ഗുണം 180/π. പൈയുടെ വാല്യൂവിനെ നമ്മൾ 7/22/7 എടുക്കണം. ഫ്രാക്ഷൻ കൊണ്ട് ഭാഗിക്കാൻ വന്നാൽ തിരിച്ചിട്ടും ഗുണിക്കണം. ആൻസർ -2520/11 കിട്ടും. അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ 229 1/11 ഡിഗ്രി കിട്ടും. ഫ്രാക്ഷൻ വന്നു. ആ ഫ്രാക്ഷനെ മാറ്റണം. അതിനുവേണ്ടി ആദ്യം 1/11 ഡിഗ്രിയെ മിനിറ്റിലോട്ട് മാറ്റണം. 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 60/11 ചെയ്യുമ്പോൾ 5/11 വരും. വീണ്ടും ഫ്രാക്ഷൻ. അപ്പം 5/11 അടുത്ത് സെക്കൻഡിലോട്ട് മാറ്റണം. 5/11 സെക്കൻഡിലോട്ട് മാറ്റി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 27.27 കിട്ടും. നമ്മൾ ആ പോയിൻറ്റിന് ശേഷമുള്ളത് കളഞ്ഞിട്ട് -229 ഡിഗ്രി 5 മിനിറ്റ് 27 സെക്കൻഡ് അപ്രോക്സിമേറ്റ്ലി. ഇപ്പം ഇതുവരെ എത്തിക്കണമെന്നില്ല. 229 1/11 ഡിഗ്രി അത് വെച്ച് നിർത്തിയാലും മതി. അടുത്തത് 5π/3. ഇവിടെ 180/π എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൈയും ക്യാൻസലാവും. 180 3 60 വട്ടം. ആൻസർ 300 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ തന്നെ 7π/6 180/π എന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈയും ക്യാൻസലാവും. ആൻസർ 210 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത് മൂന്നാമത്തെ ചോദ്യം എ വീൽ മേക്സ് 360 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നു. ത്രോ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ ഇത് എത്ര റേഡിയൻസ് കറങ്ങുമെന്ന് കണ്ടുപിടിക്കണം. അപ്പം 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ്. ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ ഇത് എത്ര റെവല്യൂഷൻസ് നടത്തുമെന്ന് കാണാൻ 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 റെവല്യൂഷൻസ് എന്ന് കിട്ടും. ഒരു റെവല്യൂഷൻ 360 ഡിഗ്രി. അങ്ങനെ 6 വട്ടം ഇത് കറങ്ങി വരുമ്പോൾ 6 × 360 ടോട്ടൽ 2160 ഡിഗ്രി ഇത് റെവല്യൂഷൻ ചെയ്യുകയാണ്. ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2160നെ π/180 കൊണ്ട് ഗുണിക്കുമ്പോൾ 12π എന്ന ആൻസർ കിട്ടും. അടുത്ത നാലാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 സെൻറ്റിമീറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെന്ത് 22 സെൻറ്റിമീറ്റർ. അപ്പം 100 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ 22 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ആർക്ക് സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ കണ്ടെത്തുക. L = r θ അല്ലെങ്കിൽ θ = L/r എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 22/100 0.22 റേഡിയൻ എന്ന് കിട്ടും. അതിനെ ഡിഗ്രി മെഷറിലോട്ടാക്കാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പൈയുടെ വാല്യൂ 22/7 എന്ന് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 0.22 22 അങ്ങ് വെട്ടിപ്പോകും. 0.22 22 100 വട്ടം വരും. അപ്പം അത് ക്യാൻസൽ ചെയ്ത് അവിടെ 100 എന്ന് എഴുതണം. 100ൻ്റെ ഒരു 0വും 180ൻ്റെ ഒരു 0വും വെട്ടുമ്പോൾ 18 × 7/10 എന്ന് വരും. 126/10 ആൻസർ 12.6 ഡിഗ്രി എന്ന് വരും. ആ 0.6 ഡിഗ്രിയെ നമുക്ക് മിനിറ്റിലോട്ടാക്കി എഴുതാം. അപ്പോൾ 0.6 × 60 അതായത് 36 മിനിറ്റ് എന്ന് കിട്ടും. 12 ഡിഗ്രി 36 മിനിറ്റ്.
അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ ദ ലെന്ത് ഓഫ് എ കോഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെന്ത് ഓഫ് ദ മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. ഡയമീറ്റർ തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ, അതിൽ നിന്ന് റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. കോഡിൻ്റെ ലെന്ത് തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആർക്ക് ലെന്ത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ചൊരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 സൈഡും 20 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അതായത് അതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ 3 ആംഗിളും 60 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ കിട്ടി 60 ഡിഗ്രി. പക്ഷേ നമ്മൾ 60 ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കണം. π/180 കൊണ്ട് ഗുണിക്കുമ്പോൾ π/3 എന്ന് ആൻസർ കിട്ടും. ഇനി ആർക്ക് ലെന്ത് കാണാൻ L=r θ എന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആണ്. തീറ്റ π/3 നമുക്ക് കിട്ടി. ചെയ്തെഴുതുമ്പോൾ 20π/3 സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. 21 സെൻറ്റിമീറ്റർ ആകുമ്പോൾ തീറ്റ = 7/25 റേഡിയൻ എന്ന ആൻസർ കിട്ടും. അടുത്ത ട്രിഗ്നോമെട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എല്ലാം വേണ്ട കുറച്ച് പ്രധാനപ്പെട്ടത്. cos² x + sin² x = 1, cos x = 1/sin x, sec x = 1/cos x, tan x = sin x/cos x, cot x = cos x/sin x, 1 + tan² x = sec² x, 1 + cot² x = cosec² x, cos - x = cos x, sin - x = sin x, cot x = 1/tan x. ഈ ഫോർമുലാസ് എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് നോക്കിയാൽ sin x = altitude/hypotenuse, cosec x = hypotenuse/altitude. അതായത് സൈനിനെ തല തിരിച്ചിട്ടതാണ് cosec x. അതുകൊണ്ടാണ് cosec x = 1/sin x എന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അടുത്ത് cos x ബേസ്/ഹൈപ്പോട്ടന്യൂസും sec x ഹൈപ്പോട്ടന്യൂസ്/ബേസും. അതായത് sec x 1/cos x, tan x altitude/ബേസ്, sin x/cos x ചെയ്യുമ്പോൾ sin xൻ്റെ ഫോർമുല altitude/ഹൈപ്പോട്ടന്യൂസ്, cos x ആണെങ്കിൽ ബേസ്/ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഫ്രാക്ഷനെ തലതിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഹൈപ്പോട്ടന്യൂസ്/ബേസ് എന്നെഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസും വെട്ടിപ്പോവുകയും altitude/ബേസ് എന്ന് കിട്ടും. അതായത് tan xൻ്റെ ഫോർമുല. ഇതിൽ നിന്നാണ് tan x = sin x/cos x എന്ന ഫോർമുല ഡിറൈവ് ചെയ്തത്. cot x = ബേസ്/altitude, cos x/sin x ചെയ്യുമ്പോൾ ബേസ്/ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ്/altitude. ഹൈപ്പോട്ടന്യൂസും വെട്ടിപ്പോവും, ബേസ്/altitude അതായത് cot x. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് cot x = cos x/sin x എന്ന ഫോർമുല ഡിറൈവ് ചെയ്തത്. പിന്നെ ഹൈപ്പോട്ടന്യൂസ്² = altitude² + ബേസ്², അത് പൈതഗോറസ് തിയറാണ്. അടുത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസും പിന്നീട് ഓരോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 ഡിഗ്രി ഇതിൽ സൈനും കോസും മാത്രം കാണാതെ പഠിച്ചാൽ മതി. സൈനും കോസും അറിയാമെങ്കിൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. 0 ഡിഗ്രി ആകുമ്പോൾ sin 0 cos 1, 30 ഡിഗ്രി ആകുമ്പോൾ sin 1/2 cos √3/2, 45 ഡിഗ്രി ആകുമ്പോൾ sin 1/√2 cos 1/√2, 60 ഡിഗ്രി ആകുമ്പോൾ sin √3/2 cos 1/2, 90 ഡിഗ്രി ആകുമ്പോൾ sin 1 cos 0, 180 ഡിഗ്രി ആകുമ്പോൾ sin 0 cos -1, 270 ഡിഗ്രി ആകുമ്പോൾ sin -1 cos 0, 360 ഡിഗ്രി ആകുമ്പോൾ sin 0 cos 1. അപ്പോൾ ടാൻ കാണാൻ tan x = sin x/cos x ഈ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതായത് സൈനിൻ്റെ വാല്യൂവിനെ കോസിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ sin 0 cos 1 0/1 ആൻസർ 0. അടുത്ത sin 1/2 ഡിവൈഡഡ് ബൈ √3/2. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രാക്ഷൻ വരുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ sin 1/2 ഇൻറ്റു √3/2 എന്നുള്ളത് 2/√3 ആവും. അപ്പം 2 2 ക്യാൻസലാവും, 1/√3 എന്ന് ആൻസർ കിട്ടും. അടുത്ത് sin 1/√2 cos 1/√2 ആൻസർ 1. അടുത്ത് sin √3/2 ഡിവൈഡഡ് ബൈ 1/2. അപ്പോൾ sin √3/2 ഇൻറ്റു 2 എന്ന് വരും, ആൻസർ √3.
അടുത്ത സൈൻ 1ഉം കോസ് 0യും. അപ്പം 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്ത സൈൻ 0യും കോസ് -1ഉം ആൻസർ 0 എന്ന് കിട്ടും. അടുത്ത് വീണ്ടും -1ഉം 0യും. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല, നോട്ട് ഡിഫൈൻഡ്. അടുത്ത് 0യും 1ഉം. അപ്പോൾ ഒരു സംഖ്യ കൊണ്ട് നമുക്ക് 0യെ ഭാഗിക്കാം, പക്ഷേ 0 കൊണ്ട് മറ്റൊരു സംഖ്യയെ ഭാഗിക്കാൻ പറ്റില്ല, അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്ത് കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ കണ്ടുവച്ചതിനെ തിരിച്ചിട്ടാൽ മതി. അതായത് കൊസീക്ക് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഓപ്പോസിറ്റ്, അതായത് സൈനിനെ തിരിച്ചിടണം. സൈൻ 0 കൊസീക്ക് ആകുമ്പോൾ കൊസീക്ക് 1/0. അപ്പോൾ 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്ത് സൈൻ 1/2, അതായത് 30 ഡിഗ്രി സൈൻ 1/2. കൊസീക്ക് ആണെങ്കിൽ അതിനെ തിരിച്ചിടണം 2. അടുത്ത സൈൻ 1/√2 ആകുമ്പോൾ കൊസീക്ക് √2. സൈൻ √3/2 ആകുമ്പോൾ കൊസീക്ക് 2/√3. സൈൻ 1 കൊസീക്ക് 1. അടുത്ത സൈൻ 0 കൊസീക്ക് 1/0 എന്ന് വരും, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. സൈൻ -1 കൊസീക്ക് -1 തന്നെ. അടുത്ത് വീണ്ടും 360 ഡിഗ്രി ആകുമ്പോൾ സൈനിൻ്റെ വാല്യൂ 0 ആണ്, അപ്പം കൊസീക്ക് നോട്ട് ഡിഫൈൻഡ്. അടുത്ത സീക്ക് എന്ന് പറയുമ്പോൾ കോസിനെ തിരിച്ചിടണയാണ്. സീക്ക് 0 ഡിഗ്രി 1 തന്നെ. അടുത്ത് സീക്ക് 30 ഡിഗ്രി ആകുമ്പോൾ 2/√3. കോസിൻ്റെ വാല്യൂ ഇല്ല, തല തിരിച്ചിടണം. സീക്ക് 45 ഡിഗ്രി ആകുമ്പോൾ √2. അടുത്ത് കോസ് 1/2 ആകുമ്പോൾ സീക്ക് 2. അങ്ങനെ ചെയ്താൽ മതി. അടുത്ത് കോട്ടാകുമ്പം ടാനിൻ്റെ വാല്യൂവിനെ തല തിരിച്ചിടണം. ടാൻ 0 വരുമ്പോൾ അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്, കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. ടാൻ 1/√3 ആകുമ്പോൾ ഇവിടെ കോട്ട് 30 ഡിഗ്രി √3 ആകുന്നു. അപ്പം സൈനും കോസും കാണാതെ പഠിച്ചാൽ ബാക്കി എല്ലാം കണ്ടുപിടിക്കാം. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇതിലാണ് ആംഗിൾ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആംഗിളിൻ്റെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണമെങ്കിൽ 360 ഡിഗ്രിയും 180 ഡിഗ്രിയും എക്സ് ആക്സിസിലാണ് വരുന്നത്. എക്സ് ആക്സിസിൽ സൈനിൻ്റെ വാല്യൂ 0 ആണ്. 360 ഡിഗ്രി വരുമ്പോൾ എക്സ് ആക്സിസിൽ പോയിൻ്റ് 10, ഇവിടെ സൈനിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ 180 ഡിഗ്രി വരുമ്പോൾ -10 എന്നാണ് എക്സ് ആക്സിസിൽ പോയിൻ്റ് കാണിക്കുന്നത്, അപ്പോഴും സൈനിൻ്റെ വാല്യൂ 0 ആണ്. കോസിൻ്റെ വാല്യൂ 360 ഡിഗ്രി ആകുമ്പോൾ 1ഉം അടുത്ത് 180 ഡിഗ്രി ആകുമ്പോൾ -1ഉമാണ്. വൈ ആക്സിസിൽ സൈനിൻ്റെ വാല്യൂ 1ഉം -1ഉം വരും. കോസിൻ്റെ വാല്യൂ ഇത് 0 ആണ്. ഇപ്പോൾ എക്സ് ആക്സിസിൽ സൈനിൻ്റെ വാല്യൂ 0, കോസിൻ്റെ വാല്യൂ 1ഉം -1ഉം വരും. വൈ ആക്സിസിൽ കോസിൻ്റെ വാല്യൂ 0, സൈനിൻ്റെ വാല്യൂ 1ഉം -1ഉം വരും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു സർക്കിളിൻ്റെ അകത്തുള്ള ആംഗിളിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ 4 പാർട്ടായിട്ട് അല്ലെങ്കിൽ 4 ക്വാഡ്രൻ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓരോ ക്വാഡ്രൻറ്റിലും സൈന്, കോസ്, ടാൻ, സീക്ക്, കോസിക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് 360 ഡിഗ്രി ആകുമ്പോൾ സൈനിൻ്റെ വാല്യൂ 0. അടുത്ത് 720 ഡിഗ്രി ആകുമ്പോഴും എക്സ് ആക്സിസിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുകയാണെങ്കിൽ 10, അപ്പോഴും സൈനിൻ്റെ വാല്യൂ 0. അതുപോലെ തന്നെ ടാൻ 60 അല്ലെങ്കിൽ ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്ത ടാൻ 90യുടെ ഇവിടെ പറഞ്ഞ ആംഗിൾ എന്ന് പറയുമ്പോൾ ടാൻ 450 അതും നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പം എല്ലാ ക്വാഡ്രൻറ്റിലും ഇതിൻ്റെ വാല്യൂ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. കൊസീക്കായാലും സീക്കായാലും ടാനായാലും കോസായാലും സൈനായാലും ഏതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും വാല്യൂ ഓരോ ക്വാഡ്രൻറ്റിലും റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. വാല്യൂ ഓഫ് സൈൻ, കോസ്, കൊസീക്, സീക്ക് വിൽ റിപ്പീറ്റ് ആഫ്റ്റർ ആൻ ഇൻ്റർവെൽ ഓഫ് 2π. വാല്യൂ ഓഫ് കോട്ട് ആൻഡ് ടാൻ വിൽ റിപ്പീറ്റ് ആഫ്റ്റർ ആൻ ഇൻ്റർവെൽ ഓഫ് π. അടുത്ത ഓരോ ക്വാഡ്രൻറ്റിലും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൈൻ. നമുക്ക് ആദ്യം സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ട് എക്സ് ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണം.
സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ട് എക്സ്. അപ്പോൾ ഈ ഒരു ഓർഡർ കാണാതെ പഠിക്കണം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവ്. അപ്പോൾ ഓർഡർ തെറ്റാൻ പാടില്ല. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പ്ലസ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ്. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. അടുത്ത ഫോർത്ത് ക്വാഡ്രൻ്റ് ആകുമ്പോൾ മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഓർഡറിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ എളുപ്പത്തിന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ പഠിക്കാം. സൈൻ എക്സ് 0 ആകുന്ന കണ്ടീഷനാണ്. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ സൈൻ എക്സ് 0 ആകുന്നു. അടുത്ത് എക്സിൻ്റെ വാല്യൂ പൈ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി വരുമ്പോൾ സൈനിൻ്റെ വാല്യൂ 0 ആകുന്നു. 2π എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. 3π 3 × 180 ഡിഗ്രി ഈക്വൽ 540 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ഓരോ പൈയുടെ ഓരോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇൻറ്റിജേഴ്സ്, അതായത് 1 2 3 4 ഇങ്ങനത്തെ നമ്പേഴ്സ് കൊണ്ടുള്ള പൈയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന സംഖ്യകൾക്ക് സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കോസ് എക്സ് ഈക്വൽ 0 ആവുന്നത് എക്സിൻ്റെ വാല്യൂ π/2 അല്ലെങ്കിൽ 3π/2. 3π/2 എന്ന് പറയുമ്പോൾ 270 ഡിഗ്രി. 5π/2 എന്ന് പറയുമ്പം 450 ഡിഗ്രി. അതായത് y ആക്സിസിൽ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, y ആക്സിസിൽ വരുന്ന എല്ലാ പോയിൻറ്റിനും കോസ് എക്സ് 0 ആയിരിക്കും. സൈൻ എക്സ് അതുപോലെ തന്നെ ഈ 180 ഡിഗ്രി, 360 ഡിഗ്രി, 720 ഡിഗ്രി എല്ലാം ഇത് എക്സ് ആക്സിസിലാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ എക്സ് ആക്സിസിൽ സൈൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. സൈൻ എക്സ് ഈക്വൽ 0 വെൻ എക്സ് ഈക്വൽ nπ, n belongs to integer. Cos x equal 0 when x equal 2n plus 1 into π/2 n equal integer. അപ്പോൾ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളത് സൈൻ ഇൻറ്റു 2nπ പ്ലസ് എക്സ് ഈക്വൽ സൈൻ എക്സ്. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോസ് 2nπ പ്ലസ് എക്സ് ഈക്വൽ കോസ് എക്സ്, ടാൻ nπ പ്ലസ് എക്സ് ഈക്വൽ ടാൻ എക്സ്, കോട്ട് എക്സ് ഈക്വൽ കോട്ട് nπ പ്ലസ് എക്സ്, കൊസീക്ക് എക്സ് ഈക്വൽ കൊസീക്ക് 2nπ പ്ലസ് എക്സ്. ഇപ്പം ഈ ഒരു 5 ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇതിൽ എക്സർസൈസ് 3.2 പോകാം. എക്സർസൈസ് 3.2 ആദ്യത്തെ ചോദ്യം കോസ് എക്സ് തന്നിട്ടുണ്ട് -1/2. എക്സ് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ബാക്കി ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് കണ്ടുപിടിക്കണം. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ നെഗറ്റീവ്, കോസ് നെഗറ്റീവ്, ടാൻ പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, കൊസീക്കും സീക്കും നെഗറ്റീവ്. സീക്ക് എക്സ് കാണാൻ 1/cos എക്സ് -2. 1 + tan സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ്. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് -1. ആൻസർ √3 എന്ന് കിട്ടും. ടാൻ എക്സ് ഈക്വൽ √3. കോട്ട് എക്സ് 1/tan എക്സ് ആണ്. കോട്ട് എക്സ് ഈക്വൽ 1/√3. സൈൻ എക്സ് ഈക്വൽ ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ആൻസർ √3/2 -√3/2. കൊസീക്ക് എക്സ് 1/sin എക്സ് -2/√3. അടുത്ത രണ്ടാമത്തെ ചോദ്യം സൈൻ എക്സ് തന്നിട്ടുണ്ട് 3/2. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. കൊസീക്ക് കാണാൻ 1/sin എക്സ് 5/3. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1. കോസ് സ്ക്വയർ എക്സ് കാണാൻ 1 - sin സ്ക്വയർ എക്സ്. ആൻസർ -4/5 എന്ന് കിട്ടും. സീക്ക് എക്സ് കാണാൻ 1/cos എക്സ് -5/4. ടാൻ എക്സ് കാണാൻ sin x/cos എക്സ് -3/4 എന്ന് ആൻസർ കിട്ടും. കോട്ട് എക്സ് ഈക്വൽ 1/tan എക്സ്. ആൻസർ -4/3. തേർഡ് ക്വസ്റ്റ്യൻ കോട്ട് എക്സ് തന്നിട്ടുണ്ട്. എക്സ് തേർഡ് ക്വാഡ്രൻറ്റിൽ. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ടാൻ എക്സ് ഈക്വൽ 1/cot എക്സ് 4/3 ആൻസർ കിട്ടും. സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ 1 + tan സ്ക്വയർ എക്സ്. ആൻസർ
5/3 മൈനസ് 5/3 കൊസീക് സ്ക്വയർ എക്സ് ഈക്വൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. ആൻസർ -5/4. സൈൻ എക്സ് ഈക്വൽ 1/കോസീക് എക്സ് ഈക്വൽ -4/5. കോസ് എക്സ് ഈക്വൽ 1/സീക്ക് എക്സ്. ആൻസർ -3/5. ഫോർത്ത് ക്വസ്റ്റ്യൻ സീക്ക് എക്സ് തന്നിട്ടുണ്ട്. എക്സ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. കോസ് എക്സ് ഈക്വൽ 1/സീക്ക് എക്സ്. ആൻസർ 5/13. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ 1. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ആൻസർ -12/13. കൊസീക് എക്സ് ഈക്വൽ 1/സൈൻ എക്സ് ഈക്വൽ -13/12. ടാൻ എക്സ് ഈക്വൽ സൈൻ എക്സ് ബൈ കോസ് എക്സ്. ആൻസർ -12/5. കോട്ട് എക്സ് ഈക്വൽ 1/ടാൻ എക്സ്. ആൻസർ -5/12. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ടാൻ എക്സ് വന്നിട്ടുണ്ട് -5/12. എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. കോട്ട് എക്സ് ഈക്വൽ 1/ടാൻ എക്സ് -12/5. സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. സീക്ക് എക്സ് -13/12 എന്ന് കിട്ടും. കൊസീക് സ്ക്വയർ എക്സ് ഈക്വൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. ആൻസർ 13/5. കോസ് എക്സ് ഈക്വൽ 1/സീക്ക് എക്സ്. ആൻസർ -12/13. സൈൻ എക്സ് ഈക്വൽ 1/കൊസീക് എക്സ്. ആൻസർ 5/13. അടുത്ത ആറാമത്തെ ചോദ്യം സൈൻ 765 ഡിഗ്രി. അതിനെ സൈൻ 2nπ പ്ലസ് എക്സ് രൂപത്തിലോട്ട് ആക്കി മാറ്റണം. സൈൻ 2nπ പ്ലസ് എക്സ് സൈൻ എക്സ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ഓരോ റെഗുലർ ഇൻ്റർവെൽസിലും റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഇതിന് കാരണം ആംഗിൾ ഫോം ചെയ്യുന്നത് ഒരു റേ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും വെർട്ടെക്സ് എന്ന പോയിന്റിൽ റൊട്ടേറ്റ് ചെയ്ത് മറ്റൊരു പൊസിഷനിൽ എത്തുമ്പോഴാണ്. ഈ റൊട്ടേഷൻ ഒരു സർക്കുലർ മോഷനിലാണ്. അപ്പോൾ ഈ റേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സർക്കിൾസിൻ്റെ അകത്തുള്ള ഓരോ പോയിന്റിലും ഇങ്ങനെ മാറി മാറി വരുന്നു. ഓരോ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അത് ആദ്യം കടന്നുപോയ പോയിന്റിൽ കൂടി തന്നെ വീണ്ടും അത് കടന്നു പോകുന്നു. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സൈൻ 360 ഡിഗ്രി 0 ആണ്. അടുത്ത് സൈൻ 720 ഡിഗ്രി വരുമ്പോൾ ആ ഒരു പോയിന്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെ സൈൻ 2nπ പ്ലസ് എക്സ് പൈ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. സൈൻ പൈ 0 ആണ്. അതായത് 180 ഡിഗ്രിയുടെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എൻ ഒരു ഇൻറ്റിജറാണ്. 180 ഡിഗ്രിയുടെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിനോട് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ ആ ഒരു രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇപ്പോൾ 765 ഡിഗ്രി അതിന് നമുക്ക് 720 + 45 എന്ന് എഴുതാം. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഒരു വേരിയബിളാണ്. എക്സിൻ്റെ സ്ഥാനത്ത് എപ്പോഴും പോസിറ്റീവ് സൈൻ വരണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ തന്നിരിക്കുന്ന ആംഗിൾസിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എക്സിന് മാക്സിമം ചെറിയ വാല്യൂ വരാൻ നോക്കണം. കാരണം അതാണ് ചെയ്യാൻ എളുപ്പം. 0 ഡിഗ്രി തൊട്ട് 360 ഡിഗ്രി വരെയുള്ള പ്രധാനപ്പെട്ട ആംഗിൾസ് കാണാതെ പഠിക്കുന്നു. അപ്പോൾ ആ ആംഗിൾസ് ആയിട്ട് അതായത് 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 180 ഡിഗ്രി 270 ഡിഗ്രി 360 ഡിഗ്രി ഇത്ര ആംഗിൾസ് കാണാതെ പഠിക്കുകയാണ്. ഈ ആംഗിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സൈൻ 720 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി സൈൻ 45 ഡിഗ്രി. സൈൻ 720 ഡിഗ്രിയിലെ വാല്യൂ 0 ആണ്. 0 + 45 ഡിഗ്രി സൈൻ 45 ഡിഗ്രി. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? സൈൻ 45 ഡിഗ്രി 1/√2. ബാക്കി ചോദ്യം എല്ലാം ഇതേ രീതിയാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം കൊസീക്ക് -1410 ഡിഗ്രി അതിൻ്റെ വാല്യൂ കാണണം. അതിനെ നമ്മൾ കൊസീക്ക് nπ + എക്സ് ആ രൂപത്തിലോട്ട് ആക്കണം. കൊസീക്ക് -1410 നമുക്ക് -1440 + 30 ഡിഗ്രി എന്നാക്കാം. കൊസീക്ക് 30 ഡിഗ്രി 2 എന്ന് കിട്ടും. അടുത്ത ടാൻ 19π/3 അതിന് ടാൻ nπ + എക്സ് ആ രൂപത്തിൽ ഔട്ടാക്കണം. ടാൻ 19π ടാൻ 18π + π/3 എന്ന് എഴുതാം. ഈക്വൽ ടാൻ 6π + π/3. ആൻസർ ടാൻ π/3. ടാൻ π/3 √3 ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം സൈൻ -11π/3 അതിനെ സൈൻ 2nπ + എക്സ് ആ രൂപത്തിലോട്ടാക്കണം. സൈൻ 2nπ + എക്സ് ഈക്വൽ സൈൻ എക്സ്. -11π -12π +
പൈ ബൈ 3 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സൈൻ മൈനസ് 4π പ്ലസ് പൈ ബൈ 3 ഈക്വൽ സൈൻ പൈ ബൈ 3. ആൻസർ √3/2. പത്താമത്തത് കോട്ട് മൈനസ് 15 പൈ ബൈ 4. അതിന് കോട്ട് എൻ പൈ പ്ലസ് എക്സ് ആ രൂപത്തിലോട്ടാക്കണം. കോട്ട് മൈനസ് 15π/4 നമുക്ക് മൈനസ് 16π പ്ലസ് പൈ ബൈ 4 ആ രൂപത്തിലോട്ട് സ്പ്ലിറ്റ് ചെയ്യണം. കോട്ട് മൈനസ് 4π പ്ലസ് പൈ ബൈ 4 ഈക്വൽ കോട്ട് പൈ ബൈ 4. കോട്ട് പൈ ബൈ 4 1. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.